ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പിലെ നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ആദ്യത്തെ എതിരാളികൾ അത് അൾജീരിയയാണ്. അതായത് ജൂൺ 17-ാം തീയതി രാവിലെയാണ് അർജന്റീനയും അൾജീരിയയും തമ്മിലുള്ള മത്സരം നടക്കുക. അൾജീരിയയെ ഒരു കാരണവശാലും നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഫിഫ റാങ്കിങ്ങിൽ 28-ാം സ്ഥാനത്തുള്ള ടീമാണ് അൾജീരിയ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ടീം തന്നെയാണ് അവർ. ഏതായാലും അവരുടെ സുപ്രധാന താരമാണ് അനിസ് ഹാജ് മൂസ. അതായത് ഡച്ച് ക്ലബ്ബായ ഫൈനൂർദിന് വേണ്ടിയൊക്കെ കളിക്കുന്ന താരമാണ് അനിസ് ഹാജ് മൂസ. അദ്ദേഹം ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അർജന്റീനയാണ് എന്ന് കരുതിക്കൊണ്ട് ഒരു പ്രത്യേക പരിഗണന അർജന്റീനക്ക് നൽകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അനിസ് ഹാജ് മൂസയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിൽ കളിക്കുക എന്നുള്ളത് ഏതൊരു താരത്തിൻ്റെയും സ്വപ്നമാണ്. മറ്റേത് ടീമിനെയും കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ അർജന്റീന ടീമിനെയും കൈകാര്യം ചെയ്യുക. 90 മിനിറ്റ് ദൈർഘ്യമുള്ള മറ്റൊരു മത്സരം മാത്രമാണ് അത്. അർജന്റീനക്ക് പ്രത്യേകമായിക്കൊണ്ട് ഇവിടെ ഒരു പ്രത്യേകതയില്ല. ഞങ്ങൾ അൾജീരിയയാണ്. മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ്. അദ്ദേഹത്തിനെതിരെ കളിക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക. ഇതാണ് ഇപ്പോൾ അൾജീരിയൻ താരമായ അനിസ് ഹാജ് മൂസ പറഞ്ഞിട്ടുള്ളത്. അർജന്റീനയ്ക്ക് ഒരു വലിയ പ്രത്യേക പരിഗണനയൊന്നും തങ്ങൾ നൽകില്ല. മറ്റേത് ടീമിനെയും ഡീൽ ചെയ്യുന്ന പോലെയാണ് അർജന്റീനയെയും തങ്ങൾ ഡീൽ ചെയ്യുക. ഞങ്ങൾ അൾജീരിയയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിയവരാണ് അർജന്റീന. അത്തരത്തിലുള്ള എന്തെങ്കിലും അട്ടിമറികൾ നടത്താൻ അൾജീരിയക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അൾജീരിയക്കെതിരെ കളിക്കുന്നതിന് മുന്നേ ഹോണ്ടുറാസ്, ഐസ്ലാൻഡ് എന്നിവർക്കെതിരെ സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.